ശലഭം പാർട്ട് 12. ഇതേ സമയം നീലിയുടെ വീട്ടിൽ. ഈ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. 3:30 കോളേജ് വിടുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ 6 സമയം. മുത്തശ്ശൻ ടെൻഷനോടെ പറഞ്ഞു. അവൾ അവിടെ അക്കരെ വീട്ടിൽ കാണും, അതാവും വരാൻ വൈകുന്നേ. മുത്തശ്ശി അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. സന്ധ്യ നേരത്ത് അവിടെ നിൽക്കില്ല, ഇവിടേക്ക് വരില്ലേ? നീ അവിടേക്കൊന്ന് വിളിച്ചു നോക്ക്. മുത്തശ്ശൻ അത് പറഞ്ഞതും മുത്തശ്ശി ഫോണെടുത്ത് അവിടേക്ക് വിളിച്ചു. ഹാ ദേവി മോളെ, മക്കള് ഇന്ന് അവിടെയാണോ? ഇങ്ങോട്ട് വരുന്നില്ലേ? അവരിങ്ങ എത്തിയില്ല. അയ്യോ, എത്തിയില്ലേ? ഈ കുഞ്ഞുങ്ങൾ ഇതെവിടെയാ? പെട്ടെന്ന് മുത്തശ്ശൻ ഫോൺ വാങ്ങി. എന്തു പറ്റി? അവരെത്തിയിട്ടില്ല? പേടിക്കാതെ, ശ്രീകാന്തിനെ വിളിച്ചു നോക്കാം. അതും പറഞ്ഞ് ദേവി ഫോൺ വെച്ചു. അയ്യോ, ഈ കുഞ്ഞുങ്ങൾ എന്താ ഇത്ര നേരം വൈകുന്നേ? വിളിച്ച് പറയാലോ ശ്രീമോനെങ്കിലും. മുത്തശ്ശി ടെൻഷനോടെ പറയുമ്പോഴാണ് അങ്ങോട്ട് ബാമയുടെ അമ്മ ദീപ വരുന്നേ. വല്യച്ഛ, ബാമ്മോള് ഇവിടെ ഇല്ലേ? ഇല്ല ദീപമോളെ, അത് തന്നെയാ ഞങ്ങളും സംസാരിക്കുന്നേ. അക്കരെയും എത്തിയിട്ടില്ല. മക്കളെന്താ ഇത്ര വൈകുന്നേ? ശ്രീമോന് വിളിച്ചിട്ട് ദേവിമോള് വിളിച്ചോളും, പേടിക്കാതെ. ശ്രീമോനില്ലേ കൂടെ? അവരെല്ലാം ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് അങ്ങോട്ട് ശ്രീയുടെ കാറ് വന്ന് നിൽക്കുന്നത്. അത് കണ്ടതും ഇവരെല്ലാം കൂടെ കാറിന്റെ അടുത്തേക്ക് വരുമ്പോ ശ്രീകാന്ത് ഇറങ്ങിയ ശേഷം അടുത്ത ഡോറ് തുറന്ന് നെറ്റിയിൽ ഒരു കെട്ടുമായി ഇറങ്ങി വരുന്ന നീലിയെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അയ്യോ, എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റി? എന്താ മോളെ ഇതെല്ലാം? മുത്തശ്ശനും മുത്തശ്ശിയും രണ്ടുപേരും ഓടി വന്ന് അവളെ വേദനയോടെ നോക്കി വേവലാതിപ്പെടുന്നത് കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ശ്രീകാന്ത്, എന്താണ് മോളുടെ മുഖത്ത്? എന്താ നേരം ഇത്ര വേഗിയേ? ദീപയായിരുന്നു ദേഷ്യത്തോട് അത് ചോദിച്ചത്. അത് നീലിയൊന്ന് തെന്നി വീണതാ. ഹോസ്പിറ്റലിലെല്ലാം പോയി, നേരം ഒന്ന് വൈകി. അത് കേട്ട് ഞെട്ടി ബാമയും നീലിയും പരസ്പരം നോക്കി. എന്താ മോളെ, ശ്രദ്ധിച്ച് നടക്കണ്ടേ? സാരമില്ല, മോള് വാ. ഓ, ഇതാണോ മക്കൾ നേരം വൈകിയേ? കാണാഞ്ഞിട്ട് ഞങ്ങളൊന്ന് പേടിച്ച്. ഇനി കുറച്ച് ദിവസം കോളേജിലേക്ക് വരണ്ട, മുറിവെല്ലാം ഒന്ന് മാറട്ടെ. ശ്രീകാന്ത് അത് പറഞ്ഞതും എന്നാൽ ഞാനുമില്ല, നീലില്ലാതെ ഞാൻ പോവില്ല. ബാമ അത് പറഞ്ഞതും ശ്രീകാന്ത് അവളെ ഒരു നോട്ടം. നീ എന്താ ബാമേ, കൊച്ചു കുട്ടിയെങ്ങാനുമാണോ? ദീപ ദേഷ്യപ്പെട്ടു അവളോടായി. മുത്തശ്ശ, എനിക്ക് നീലി ഇല്ലാതെ പോകേണ്ട. എനിക്ക് നീലിയെ കൂട്ടുകാരി ആയിട്ടുള്ളൂ, ഞാൻ പോകില്ല. നീയും നീലിയുടെ കൂടെ വരാം, ഞാൻ നോക്കിക്കോളയെല്ലാം. അവൻ ഗൗരവത്ത് പറഞ്ഞതും ബാമ സന്തോഷത്തോടെ നീലിയെ ഒന്ന് നോക്കി. എന്നാ ഞങ്ങൾ ഇറങ്ങുവാ അച്ഛ. അതും പറഞ്ഞ് ദീപയും ബാമയും അവിടെ നിന്നും പോയി. പോകുന്നതിന്റെ ഇടയിൽ നാളെ വരാമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറയാനും ബാമ മറന്നില്ല. നീലി അത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. എന്നാ മോന് വാ, ചായ കുടിച്ചിട്ട് പോകാം. അവരെല്ലാം കൂടെ അകത്തേക്ക് കയറി. മക്കൾ ചായ കുടിക്ക്, ക്ഷീണിച്ചില്ലേ? ശ്രീകാന്തിന്റെ അപ്പുറത്ത് തന്നെ നീലി ഇരുന്നു. അവൾക്ക് ചായയും പഴംപൊരിയും നൽകി. രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നീലിയെ ഇടയ്ക്കിടയ്ക്ക് ശ്രീകാന്ത് നോക്കുന്നുണ്ടായിരുന്നു. ചായ ഊതി പതിയെ പതിയെ കുടിക്കുന്ന അവളെ തന്നെ ഒരു കൗതുകത്തോടെ അവൻ നോക്കി നിന്നതും അവളെ നോക്കുന്ന പോലെ തോന്നി. അവൾ തിരിഞ്ഞ് അവനെ നോക്കിയതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നേരെ ഇരുന്നു. അതേ ചിരിയോടെ തന്നെ അവരും ചായ കുടിക്കുന്നത് ശ്രദ്ധിച്ച നീലിയിലും ആ ഒരു പുഞ്ചിരി വിടർന്നു. മുത്തശ്ശനും മുത്തശ്ശിയും ഇവരെ കാത്തിരുന്ന് പശുക്കളെയൊന്നും കൂട്ടിൽ കേട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഇവരിറങ്ങിയതും ഇവരുടെ ചായ കുടിക്കൽ കഴിഞ്ഞതും രണ്ടുപേരും എണീറ്റു. നീലി അവളുടെ മുറിയിലേക്കാണ് നേരെ പോയത്. കണ്ണാടിയിൽ അവൾ അവളുടെ മുഖം നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ശ്രീകാന്ത് ഒന്ന് ചുമച്ചു. അത് കണ്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ ആ വാതിലിക്കൽ തന്നെ ചാരി നിൽപ്പായിരുന്നു. വേദനയുണ്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടിയതും മരുന്ന് മുടങ്ങാതെ കഴിക്കണം, പെട്ടെന്ന് മാറിക്കോളും. അതോർത്ത് ഭയപ്പെടണ്ട. ഇന്ന് കാണിച്ച പണി ഇനി കാണിക്കാൻ നിൽക്കരുത്. അപ്പോഴത്തെ ഒരു ടെൻഷനിൽ ദേഷ്യപ്പെട്ടതാ, വിഷമിക്കണ്ട. അതിനും അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി കൊടുത്തു. ശേഷം കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു. അവൻ അവളുടെ മുറി ചുറ്റുമൊന്ന് നോക്കി. ഒടുവിൽ ആ ആമ്പൽ പൂക്കൾ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞത് അവൾ കണ്ടിരുന്നു. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ സങ്കടമായോ? അവൻ പതഞ്ഞ സ്വരത്തെ ചോദിച്ചതും അവൾ ഒന്ന് തലയാട്ടി കാണിച്ചു. ഞാൻ ഇങ്ങനെയാണ് നീലി, ദേഷ്യം പെട്ടെന്ന് വരും എനിക്ക്.
പക്ഷേ നിന്നെ കാണുമ്പോൾ എന്തുകൊണ്ടോ എനിക്കതിന് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ നീ ഒരു ചെറിയ കുട്ടിയാണ്. ഒരു ഭാര്യയാകാൻ പോകുന്ന ഒരാളെന്ന സ്ഥാനത്തല്ല, ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം ശരിയാകുമായിരിക്കും. ഒരു ദീർഘശ്വാസം എടുത്തു വിട്ട് അവനൊന്ന് നിർത്തിയതും അവൾ അവനെ നോക്കി. എന്നാ നീ ഒന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ ഇറങ്ങട്ടെ. അതിന് മറുപടിയായി അവളൊന്ന് തലയാട്ടി. എന്തോ ആ വാക്കുകൾ അവൾക്ക് വേദനയേകിയിരുന്നു. എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണോ കാണുന്നത്? അപ്പോൾ എന്നെ ഒരു ഭാര്യയായി അംഗീകരിക്കാനാവില്ലേ? ആ ഒരു ചോദ്യം അവളിൽ ഉയർന്നു. അവൾ അതും മനസ്സിലൊതുക്കി ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. തല നനയ്ക്കാതെ അവൾ കുളിച്ചിറങ്ങി വന്നു. മുറിയിൽ വന്ന് ചുമരിലേക്ക് ചാരി കിടക്കയിലിരിക്കുമ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശി വരുന്നത്. മോളെ, കുറച്ച് കഞ്ഞി കുടിച്ചോ, കോളേജിലെല്ലാം പോയി വന്ന് ക്ഷീണിച്ചില്ലേ? അതും പറഞ്ഞ് മുത്തശ്ശി അവൾക്ക് കഞ്ഞി കൊണ്ടുവന്ന് നൽകി. നല്ല കാന്താരി ചമ്മന്തിയും ഉണ്ടായിരുന്നു. അവൾ വേണ്ടെന്ന് തലയാട്ടി. എന്താ മോളെ ഇത്? ഇതൊക്കെ കഴിച്ചാലല്ലേ മോളെ ആരോഗ്യമെല്ലാം ഉണ്ടാകൂ. മുത്തശ്ശിക്ക് വേണ്ടി മോള് കുറച്ച് കഞ്ഞി കുടിക്ക്. അവൾ ഒന്ന് തലയാട്ടി. അത് വാങ്ങാൻ നിന്നതും വേണ്ട, എൻ്റെ മോൾക്ക് ഞാൻ വാരി തന്നോളാം. അതും പറഞ്ഞ് മുത്തശ്ശി അവൾക്ക് കഞ്ഞി കോരി കൊടുത്തു. കൂടെ കാന്താരി ചമ്മന്തിയും നാവിൽ തൊട്ട് കൊടുത്തതും അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. മുത്തശ്ശി പെട്ടെന്ന് തന്നെ കഞ്ഞി കോരി കൊടുത്തു. ആ എരിവ് കാരണം അവൾ പെട്ടെന്ന് കഞ്ഞിയെല്ലാം കുടിച്ചു തീർത്തു. അത് കണ്ടതും മുത്തശ്ശിയും ഒരു പുഞ്ചിരിയോടെ, ഇങ്ങനെയാ ഞങ്ങളെല്ലാം ചെയ്യാറ്. ഇങ്ങനെ കാന്താരി കൂട്ടി ഒന്ന് കഞ്ഞി കഴിച്ച അതിൻ്റെ എരിവ് കാരണം കഞ്ഞി പെട്ടെന്ന് തീരും. അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഇനി മോളുടെ മരുന്ന് കുടിക്കണ്ടേ? അതും പറഞ്ഞ് മുത്തശ്ശി മരുന്ന് കൊണ്ടുവന്ന് നൽകുമ്പോൾ, ശ്രീമോനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീലിക്ക് ഭക്ഷണത്തിന് ശേഷം മരുന്ന് നൽകാം. പിന്നെ നിനക്ക് രക്തം കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്നും പറഞ്ഞു. ഇനി കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റെല്ലാം ജ്യൂസ് അടിച്ചോ കറി വെച്ചോ കഴിക്കണം. മുത്തശ്ശി പറയുന്നതിന് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ഇനി മോളൊന്ന് കിടന്നോ. അവൾ ഒരു പുഞ്ചിരിയോടെ കിടക്കയിലേക്ക് കിടന്നതും അവർ അവളെ ഒന്ന് പുതപ്പിച്ചു. അവർ വാതിലും ഒന്ന് ചാരി അവിടെ നിന്നും പോയതും നീലി വീണ്ടും എണീറ്റിരുന്നു. അവൾക്ക് എന്തോ മനസ്സിന് നല്ല വേദന തോന്നിയിരുന്നു. ശ്രീകാന്ത് ചേട്ടന് എന്നെ ഇഷ്ടമാണ്, പക്ഷേ അതും ആലോചിച്ച് അവൾ ആ ആമ്പൽക്കുപ്പിയിലേക്ക് നോക്കുമ്പോൾ അതിലേക്ക് പുറത്തു നിന്നും നിലാവിൻ്റെ വെളിച്ചം വന്ന് ഒരു തിളക്കം പോലെ തോന്നിയതും അവൾ അത്ഭുതത്തോടെ എണീറ്റ് വന്ന് അതിലേക്ക് നോക്കി. ഇത് നൽകി എന്നെ സന്തോഷിപ്പിച്ചത് ശ്രീയേട്ടനായിരുന്നു. ആ മനസ്സിൽ ആർക്കും അറിയാത്ത എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കുപ്പിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചിന്തിച്ചു. ഒന്ന് പനിച്ചാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ കഴിച്ചോ എന്ന് അന്വേഷിക്കാറില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല. അങ്ങനെ എത്രയോ ദിവസം വേദനയും സഹിച്ച് ഞാൻ കിടക്കണം. ആരും കാണാതെ അമ്മയുടെ മുറിയിലുള്ള ഗുളിക കുടിച്ച് പനി മാറ്റും. എന്നെ ഞാൻ തന്നെ നോക്കണമായിരുന്നു. പക്ഷേ ഞാനിവിടെ കൊച്ചുകുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്വർഗത്തിലാണ്. ആ നിലാവിനെ ജനൽ വഴി നോക്കി അവൾ ഓരോന്ന് ആലോചിച്ചു. എന്തോ ശബ്ദം കേട്ട് രാവിലെ നീലി എണീറ്റ് വരുമ്പോൾ മുറ്റത്ത് അവളുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഉണ്ട്. അടുത്ത് ശ്രീകാന്തും അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. കൂടെ തന്നെ അപ്പുവും അമ്മുവും ശ്രീയുടെ മുത്തശ്ശനുമുണ്ട്. അവളെ കണ്ടതും, ആ മോളെ എങ്ങനെയുണ്ട്? മോൾക്ക് വെയ്യെന്ന് കേട്ടതും അമ്മ ഇങ്ങ് വന്നു എൻ്റെ കുഞ്ഞിനെ കാണാം. ശ്രീകാന്തിൻ്റെ അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് നീലി ചേച്ചി? അമ്മ ചോദിക്കുന്നതിന് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ആ ബാമ ചേച്ചി നീലി ചേച്ചിയെ കൊണ്ടുപോയി പണി വാങ്ങിച്ചു തന്നതാണോ? അപ്പൊ ചോദിച്ചു നിർത്തിയതും അതേടാ. ഉയർന്ന ശബ്ദത്തിൽ ബാമയുടെ ശബ്ദം അവിടെ കേട്ടതും, ഓ ഇവിടെ എപ്പോ വന്നു? അതും പറഞ്ഞു അപ്പു നീലിയുടെ പുറകിൽ ഒളിച്ചു നിന്നു. നിന്നെ ഞാൻ. അതും പറഞ്ഞു ബാമ അപ്പുവിനെ പിടിക്കാൻ വന്നതും അപ്പു നീലിയുടെ പുറകിൽ ഒളിച്ചു നിന്നു. ബാമയുടെ മുമ്പിലേക്ക് നീലിയെ തള്ളി പിടിച്ചുകൊണ്ട് ബാമ ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും അപ്പു അവിടേക്ക് നീലിയെ പിടിച്ചു തിരിക്കും. നീലി അതൊക്കെ ഒരു പുഞ്ചിരിയോടെ ആസ്വദിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഇതെന്താ കാണിക്കുന്നേ? അപ്പു അമ്മു ഇന്ന് സ്കൂളുണ്ട്, വേഗാതെ ഇറങ്ങണം. ശ്രീകാന്തിന്റെ അമ്മ അത് പറഞ്ഞതും രണ്ടുപേരും ഓട്ടം നിർത്തി. അപ്പു നീലിയെ വിട്ടതും ഒരു സമാധാനത്തോടെയും പുഞ്ചിരിയോടെയും അവൾ നോക്കുന്നത് ശ്രീകാന്തിനെ ആയിരുന്നു. അവനും അവളെ തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. എന്നാ മോളെ ഞങ്ങൾ ഇറങ്ങുക, ഇവർക്ക് സ്കൂളിലെല്ലാം പോകണ്ടേ? ശ്രീകാന്തിന്റെ അമ്മ അവളോട് യാത്ര പറഞ്ഞിറങ്ങി. മോളെ ഇങ്ങനെ എണീറ്റ് നടക്കേണ്ട, നീരിറങ്ങും, മോള് പോയി കിടന്നോ.
അത് കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. കൂടെ തന്നെ ബാമയും. ഡി, ഇന്നലെ നീ ഭയപ്പെട്ടോ? കിടക്കയിലേക്ക് നീലിയുടെ കൂടെ ഇരുന്നു കൊണ്ട് ബാമ ചോദിച്ചു. നീലി ഒന്ന് നെറ്റി ചുളിച്ചു നോക്കി. അതായത് ഇന്നലെ ശ്രീകാന്ത് ചേട്ടൻ്റെ അടുത്ത് നിന്നും തല്ല് കാണാൻ പോയതെന്നും പറഞ്ഞ് നമുക്ക് 2 പേർക്കും വഴക്ക് കിട്ടിയില്ലേ? എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി എന്ന് വേണം പറയാൻ. ഒന്ന് ആഗ്രഹിച്ച് കാണാൻ പോയി. അവസാനം ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല. ആ അശ്വിൻ ചേട്ടനൊന്ന് കാണണം. അതുമല്ല, അവൻ്റെ കൂടെ തല്ലുണ്ടാക്കിയ ആ താടിക്കാരനില്ലേ, അവനെയും. അവൻ്റെ ഒരു തല്ല്! സത്യം പറയാലോ എൻ്റെ നീലിയെ, നിന്റെ നെറ്റിയിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് എൻ്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങിയിരുന്നു. അതിലൂടെ നിനക്ക് ബോധം കൂടി വന്നപ്പോൾ ശ്രീകാന്ത് ചേട്ടൻ്റെ വഴക്കും പേടിച്ചു. പിന്നെ നിന്നോട് മിണ്ടാൻ പോലും എനിക്ക് വയ്യായിരുന്നു. അതാ വീട്ടിലേക്ക് വന്നത് വേഗം അമ്മയുടെ കൂടെ പോയത്. ശ്രീകാന്ത് ചേട്ടൻ എന്തെങ്കിലും ചോദിച്ചോ പിന്നീട്? പേടിച്ചിട്ട് മുങ്ങിയതാ ഞാൻ എന്നും പറയാം. അതും പറഞ്ഞ് അവളൊന്ന് ഇളിച്ചതും നീലി ഇതെല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോടെ ഇരിപ്പാണ്. ശ്രീകാന്ത് ഏട്ടൻ നിന്നോടൊന്നും ചോദിക്കില്ല, നിന്നെ വഴക്കും പറയില്ല. ഇപ്പൊ മനസ്സിലായോ ശബ്ദമില്ലെങ്കിലുള്ള പ്രയോജനം? ബാമ ഒരു തമാശയോടാണ് അത് ചോദിച്ചതെങ്കിലും നീലിയുടെ മുഖത്ത് അത് വന്നില്ല. അത് മനസ്സിലായ പോലെ ബാമ, നീലി പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ? ആ ഹരിയേട്ടനില്ലേ, ഏട്ടനൊരു പ്രണയമുണ്ട്, അതും ഓൺലൈൻ പ്രണയം. ബാമ അത് പറഞ്ഞതും നീലി സത്യമാണോ എന്ന പോലെ അവളെ നോക്കുന്നു. തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.